ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഒരു ചാപ്റ്ററിൽ ഒതുങ്ങി നിൽക്കുന്ന ടോപ്പിക് അല്ല ഇത്. നമ്മൾ ഫിസിക്സിന്റെ ഏത് ബ്രാഞ്ചിലേക്ക് കടന്നാലും നമ്മൾ പുതിയ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിനെല്ലാത്തിനും ഡയമെൻഷൻ ഫോർമുലാസും ഉണ്ട്. സോ ഡയമെൻഷൻ അനാലിസിസിന്റെ ഒരു സ്റ്റാർട്ട് നമ്മൾ ചെയ്യുവാണ് ഈ ഒരു ക്ലാസ്സിലൂടെ. വളരെ ഡീപ്പായിട്ട് നമ്മൾ ഡയമെൻഷൻ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ടോപ്പിക് ഈസ് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഫസ്റ്റ് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫിസിക്സ് ആണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഫിസിക്സിൽ പഠിക്കുന്ന കംപ്ലീറ്റ് ബേസിക് ലോസിനെയും നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫോംസിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ സെക്കൻഡ് ലോ പഠിച്ചു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ലോവിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അഥവാ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് നമ്മൾ മാറ്റുന്നു F = ma. സോ F = ma എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനിത്തിങ് വിച്ച് ക്യാൻ മെഷർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നമുക്ക് നേരിട്ടോ അല്ലാതെയോ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് അഥവാ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ആവശ്യമുണ്ട്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫിസിക്സ്. നമ്മൾ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം 7 നമ്പേഴ്സ് ആണ്: മാസ്, ടൈം, ലെങ്ത്, ടെമ്പറേച്ചർ, കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 എണ്ണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അഥവാ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യം വരുന്നില്ല ഇതിനെ ഡിഫൈൻ ചെയ്യാനോ ഇത് മെഷർ ചെയ്യാനോ. സോ വി ക്യാൻ കോൾ ദീസ് ആർ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇത് അല്ലാതെ ഫിസിക്സിൽ വരുന്ന കംപ്ലീറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്താ വിളിക്കുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. സോ ഓൾ അതർ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് എക്സാമ്പിൾ വെലോസിറ്റി, ഫോഴ്സ്, മൊമെൻറ്റം, ദെൻ എനിത്തിങ്, പ്രഷർ, ഡെൻസിറ്റി, ഓൾ ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. സോ രണ്ട് ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ്. 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഓൾ ദ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സം കോമ്പിനേഷൻ ഓഫ് ദ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. So we call these fundamental quantities as the 7 dimensions of the world. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 7 ഇൻഡിപെൻഡൻ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും. സോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആവശ്യം വരുന്ന 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ്. ഇനി ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ഓഫ് ലെങ്ത്. ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഡയമെൻഷൻ ഓഫ് ലെങ്തിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? L എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഡയമെൻഷൻ ഓഫ് മാസ് M, ഡയമെൻഷൻ ഓഫ് ടൈം, ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് നമ്മൾ I എന്നാണ് ഫിസിക്സിൽ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ യൂണിറ്റ് ആയ ആംബിയറിൻ്റെ ടേമിലാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത് A. ദെൻ ഡയമെൻഷൻ ഓഫ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് മെഷർ ചെയ്യുന്നതെങ്കിലും കെൽവിനാണ് SI യൂണിറ്റ്. സോ K ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയമെൻഷൻ. ഡയമെൻഷൻ ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ക്യാൻഡില. സോ CD. സോ നെക്സ്റ്റ് ഡയമെൻഷൻ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അഥവാ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് മോൾ ആണ്. സോ മോൾ ബി ദ ഡയമെൻഷൻ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അഥവാ ബേസിക് ക്വാണ്ടിറ്റീസ് അതിനെയാണ് നമ്മൾ 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. ഈ ഡയമെൻഷൻസിൻ്റെ ടേംസിൽ നമുക്ക് ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ all the derived physical quantities can be expressed in terms of the combination of these 7 fundamental quantities. So these are called fundamental quantities നമ്മൾ വിളിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 7 ഡയമെൻഷൻസ് ആണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. Next topic is dimensions of physical quantities. Dimensions of physical quantities definition എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. The dimensions of a physical quantity are the powers or exponents to which the fundamental quantities must be raised to represent that quantity completely.
ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ടൈംസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അപ്പിയേഴ്സ് ഓർ റിപ്പീറ്റ്സ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്ര ടൈംസ് അഥവാ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഒരു ഡയമെൻഷൻ ഓഫ് അഥവാ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി എന്ന് പറയുന്ന നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്തു. ഡെൻസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സാന്ദ്രത. ഡെൻസിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ റോ എന്ന് പറയുന്നതാണ് സിമ്പിൾ. സോ ഡെൻസിറ്റി നമ്മൾ എടുത്തു. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു അതിന്റെ ബേസിക് അഥവാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ് മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോഴും വോളിയം ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. സോ മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ലെങ്ത് തന്നെയാണ്. സോ ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. സോ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് വന്നു. ദെൻ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി നമുക്ക് വേർഡ്സിൽ എഴുതുന്നതിന് പകരം നമുക്ക് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഹെൽപ്പോടുകൂടി ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു വൺസ് അഗെയിൻ മാസിന്റെ ഡയമെൻഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു, എം. എത്ര ടൈംസ് ഉണ്ട്? m raised to 1. സോ m raised to 1 മാസ് ഡിവൈഡഡ് ബൈ m raised to 1 is equal to m itself ഡിവൈഡഡ് ബൈ ലെങ്ത്. ലെങ്ത് L into breadth also length ആണ്. സോ L into L. ആൻഡ് ഇത് നമ്മൾ കളക്ട് ചെയ്ത് എഴുതി m raised to 1 ഡിവൈഡഡ് ബൈ L ക്യൂബ്. 3 ടൈംസ് L റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. L into L ദാറ്റ് ഇസ് ഈക്വൽ ടു L ക്യൂബ് എന്ന് വന്നു. സോ നമ്മൾ ഇതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലേക്ക് മാറ്റുവാണ്. m into L അഥവാ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ റൈസ് ടു മൈനസ് 3 വന്നല്ലേ, നിങ്ങൾക്ക് അറിയാം. m raised to 1 L raised to -3 നമ്മൾ എഴുതി. ഇനി ഇവിടെ m raised to 1 L raised to -3 t എന്ന് പറയുന്ന അഥവാ ടൈം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ടൈം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഡെൻസിറ്റി മെഷർ ചെയ്യാൻ. അവിടെ ടൈം t raised to 0 എന്ന് ഞാൻ എഴുതി ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുവാണ്. m raised to 1 L raised to -3 t raised to 0. എനിത്തിങ് raised to 0 മീൻസ് 1 ആണ്. സോ ആ ഒരു വാല്യൂവിന് വ്യത്യാസം അവിടെ വരുന്നില്ല. t raised to 0 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഡെൻസിറ്റി എന്ന് പറയുന്നതിൽ മാസ് ലെങ്ത് ടൈം വരുന്നുണ്ട്. മാസ് എന്ന് പറയുന്നത് 1 ടൈം അല്ലെ, ഒരു പ്രാവശ്യം വന്നു. ലെങ്ത് എന്ന് പറയുന്നത് എത്ര വന്നു? -3 ടൈംസ് വന്നു. ടി എന്ന് പറയുന്നത് എത്ര വന്നു? 0 ടൈംസ് വന്നു. അതാണ് പവേഴ്സ് അഥവാ എക്സ്പോണൻസ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ആർ 1 in mass, -3 in length and 0 in time. അതാണ് പറയുന്നത് number of times a fundamental quantities like mass, time, length etc. appears or repeat in a quantity. ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്കകത്ത് മാസ്, ലെങ്ത്, ടൈം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ടു അതിനെയാണ് നമ്മൾ എന്തായിട്ട് സൂചിപ്പിക്കുന്നത്? ഡയമെൻഷൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡയമെൻഷൻ ഫോർമുല എന്താന്ന് നോക്കാം. The expression which shows how and which of fundamental quantities represent the dimensions of a physical quantity is called the dimensional formula of a given physical quantity. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാകും. ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ അല്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് ഡിറൈവ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അതാണ് വരുന്നത്. അപ്പം L into L ലെങ്തും ബ്രെഡ്ത്തും ലെങ്തിൽ തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. രണ്ട് ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഏരിയനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ m 0 ആണ്, കാരണം മാസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല. L നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് 2 ടൈംസ്. ടൈം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ടൈം ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. സോ ഇവിടെ എല്ലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ അഥവാ ഏരിയയുടെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയൊക്കെ ആവശ്യം വന്നു? ഹൗ മച്ച്. ആകെ ഒരു ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ, ലെങ്ത് അല്ലെ, 2 ടൈംസ് ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നു? L² ആണ്, 2 ടൈംസ് L. സോ ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ഹൗ ആൻഡ് വിച്ച് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഡയമെൻഷൻസും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ചാർട്ട് ഉണ്ട് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ. നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഫോർമുല കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വെലോസിറ്റി അഥവാ സ്പീഡ് ഉണ്ട്, രണ്ടിന്റെ ഡയമെൻഷൻ സെയിം ആണ്.
റിലേഷൻസ് വിത്ത് അതർ ക്വാണ്ടിറ്റീസ് അല്ലെ. വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അത് നമ്മൾ റിലേഷൻസ് വിത്ത് ഏതുമായിട്ടാണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അഥവാ ലെങ്ത് ബൈ ടൈം ആണ്. മാസ് അവിടെ വന്നിട്ടില്ല, സോ m റൈസ് ടു 0 ആണ്. മാസിന്റെ പവർ 0 ആണ്. L ഉണ്ട്, 1 ടൈം ആണ്, സോ L t റൈസ് ടു -1. ഡിനോമിനേറ്ററിലാണ് ടൈം വന്നിരിക്കുന്നത്, സോ t റൈസ് ടു -1. യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, റിലേഷൻസ് വിത്ത് അതർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ദെൻ അതിൻ്റെ ഡയമെൻഷൻ ഫോമുല കറസ്പോണ്ടിങ് യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ, എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷൻ ഫോമുല ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റി കിട്ടിയാലും നമുക്ക് സ്വന്തമായിട്ട് ബൈഹാർട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്ത് ഡയമെൻഷൻ ഫോമുല കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ deduce the dimension formula for the following physical quantities. 1-2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ വെച്ച് നിങ്ങളിലേക്ക് ഞാൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ള കാര്യം എത്തിക്കുവാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അതിൽ വരുന്ന ഒരു വളരെ സിമ്പിൾ ടേം ആണ് ഏത്, ഇലക്ട്രിക് ചാർജ്. സിമ്പിൾ ഏതാണ്, Q എന്ന് പറയുന്നതാണ് സിമ്പിൾ. സോ ദിസ് ഈസ് അവർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് ചാർജിന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം കറണ്ട് ഈസ് ഈക്വൽ ടു Q ബൈ ടി. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ടൈം എന്താണ്, ചാർജ് ആണ് അല്ലെ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടി ചാർജ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു കറണ്ട് ആണ്. സോ ഡയമെൻഷൻ ഓഫ് ചാർജ് നമ്മൾ വേർഡ്സിൽ എഴുതുന്നതിന് പോലെ എന്ത് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി. ഇറ്റ് മീൻസ് വാട്ട്, ഡയമെൻഷൻ ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു ടൈമിന്റെ ഡയമെൻഷൻ ടി ഇൻറ്റു കറണ്ടിന്റെ ഡയമെൻഷൻ എ. നെക്സ്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഫൈനലായിട്ട് എങ്ങനെ എഴുതാം, ദർ ഇസ് നോ മാസ് അല്ലെ. മാസ് അവിടെ വന്നിട്ടില്ല, മാസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ m റൈസ് ടു 0, L റൈസ് ടു 0, t റൈസ് ടു 1 ടൈം t ഉണ്ട്, ആൻഡ് a റൈസ് ടു 1. സോ ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ചാർജ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് എഴുതി പോകുന്നത് വളരെ നന്നായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെ സ്വന്തമായിട്ട് ഡയമെൻഷൻ ഫോർമുല ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ഏത്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ദിസ് ഈസ് അവർ ഇക്വേഷൻ. എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലെ. ജി എന്ന് പറയുന്നതാണ് ഏത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. m1 ആൻഡ് m2 ആർ മാസസ് ഓഫ് 2 ബോഡീസ്. ആർ നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതാണ്, ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ ആണ് വേണ്ടത്. സോ നമുക്ക് അതിന്റെ ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പൊ ജി ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 അല്ലെ. അപ്പൊ ഡയമെൻഷൻ ഓഫ് ജി കാണാനായിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് m1 ആൻഡ് m2. സോ നമുക്ക് ഓരോന്നിനും വാല്യൂ കൊടുക്കാം. അപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ചാർട്ടിൽ നമ്മൾ ഫോഴ്സിന്റെ പറയുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഞാൻ കോൾ ചെയ്യുവാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ml t റേസ് ടു -1 -2 ml t റേസ് ടു -2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല. ആറിന്റെ എന്താണ്, ആർ മീൻസ് ലെങ്ത് ആണ്. അപ്പോൾ ആർ സ്ക്വയർ മീൻസ് എന്താണ്, ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. സോ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏതാണ്, മാസ് ഇൻറ്റു മാസ്. സോ m റേസ് ടു 1 ആൻഡ് m റേസ് ടു 1. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഫൈനലൈസ് ചെയ്ത് എഴുതാം. ഒരു m അവിടെ ക്യാൻസൽ ആയി പോയി. സോ ഡിനോമിനേറ്ററിലാണ് m കിടക്കുന്നത്. സോ m റൈസ് ടു -1. ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ m റൈസ് ടു -1 L ഇൻറ്റു എൽ സ്ക്വയർ ഉണ്ട് അല്ലേ. സോ എൽ ക്യൂബ് എന്ന് നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി. അതിനുശേഷം t റൈസ് ടു -2. സോ ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഓർ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജിയുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് കൂടുതൽ വരുന്നത്. ഫിസിക്സിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. സോ വി നോ പി വി ഇസ് ഈക്വൽ ടു nRT. ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയ ക്യാപിറ്റൽ ആർ, ആറിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ്, ആർ ഈസ് ഈക്വൽ ടു ആണ്. ആ ഒരു ഫോർമുലയ്ക്ക് ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുവാണ്. ആർ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു പി വി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ടി.
N means നമുക്കറിയാം number of moles ആണെന്ന് അറിയാം, T temperature ആണ്, P pressure and V be the volume. Therefore dimension of R അല്ലെ, ഡയമെൻഷൻ ഫോർമുലയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഡയമെൻഷൻ ഓഫ് ആറിന് പകരം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ R കൊണ്ടുവന്നു. ഇറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു P എന്ന് പറയുന്ന പ്രഷർ ആണ് അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ, അതാണ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഒരു ഇക്വേഷനെ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നമ്മൾ എഴുതി. സോ P ഈസ് ദ പ്രഷർ, സോ ഫോഴ്സ് ബൈ ഏരിയ, ആൻഡ് V വോളിയം ആണ്. N തന്നെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. Then T be the temperature. So this is equal to ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, mL(T⁻²). സോ mL(T⁻²) ഇൻറ്റു വോളിയം നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ L³ ഡിവൈഡഡ് ബൈ ഏരിയ മീൻസ് വോട്ട്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ L*L. സോ L² വന്നു. Then N means quantity ആണ്, നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ 6th one ആണ്. സോ മോൾ ബി ദ ഡയമെൻഷൻ ഇൻറ്റു ടെമ്പറേച്ചർ മീൻസ് വോട്ട്, കെൽവിൻ അഥവാ K ആണ് ഡയമെൻഷൻ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു വോളിയം വന്നു ഡിനോമിനേറ്ററിൽ ഏരിയ N കറസ്പോണ്ടിങ് ആണ്, മോൾ വന്നിരിക്കുന്ന, ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് K വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു M 1 ടൈം ആണ്. സോ M L² വരാൻ കാരണം ഡിനോമിനേറ്ററിൽ L² ഉണ്ട്, ന്യൂമറേറ്ററിൽ L*L³ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം ക്യാൻസൽ ആയി പോയി. അതിനുശേഷം റിമൈനിങ് L² ഉണ്ട്. T⁻² ഓൾറെഡി അവിടെ ഉണ്ട്, ടൈം ആണ്. ദെൻ K⁻⁻1 mol⁻⁻1. This is the final equation or final dimensional formula for യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷനിൽ നിന്നും, ബേസിക് ഇക്വേഷൻ മാത്രം നമുക്ക് അറിയാമെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലാതെ ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. അത് നിങ്ങൾ ഓരോന്നും എഴുതി നോക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഡയമെൻഷൻ ഫോർമുലയിലേക്ക് എത്താൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഫോർമുല ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഫോർമുല ഇല്ല, ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. അപ്പോൾ ഡയമെൻഷൻ ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ലിസ്റ്റ് ഞാൻ കാണിക്കുവാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ദെൻ റിലേഷൻ വിത്ത് അതർ ക്വാണ്ടിറ്റി, ഡയമെൻഷൻ ഫോർമുല, യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ട ചാർട്ട് തന്നെയാണ്, അതിൻ്റെ അകത്ത് ഡേറ്റാസ് മാത്രം മാറിയിരിക്കുന്നു. ഫസ്റ്റ് വൺ ആംഗിൾ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ. ആംഗിൾ ഈസ് ഈക്വൽ ടു നമുക്ക് റിലേഷൻ അറിയാം, ആർക്ക് ബൈ റേഡിയസ് ആണ്. സോ L/L ആണ് ഇക്വേഷൻ വരുന്നത്. സോ 1 വന്നു, m⁻0 ആണ്, L⁻0, T⁻0. ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ ഫോർമുല. ഇറ്റ്സ് യൂണിറ്റ് ഈസ് റേഡിയൻ. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഇല്ലാത്ത ഫസ്റ്റ് ക്വാണ്ടിറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ നമുക്കറിയാം, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ഏത് ഡയമെൻഷനും നമുക്ക് എടുക്കാം, ഏത് അളവും നമുക്ക് എടുക്കാം അല്ലെ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ലെങ്ത് ആണെങ്കിൽ ലെങ്ത് ബൈ ലെങ്ത് വന്നു. സോ m⁻0, L⁻0, T⁻0 ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് ഓൾസോ നോ യൂണിറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിലേറ്റീവ് ഡെൻസിറ്റി. കേട്ടിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius ആണ്. സോ ന്യൂമറേറ്ററും ഡെൻസിറ്റി ആണ്, ഡിനോമിനേറ്ററും ഡെൻസിറ്റി തന്നെയാണ്. അപ്പോൾ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ എന്താണ്, റേഷ്യോ എടുക്കുമ്പോൾ ദർ ഇസ് നോ ഡയമെൻഷൻ ഫോർമുല വന്നു. സോ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇറ്റ് ഓൾസോ ഹാസ് നോ യൂണിറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടി റേഷ്യോസ് അല്ലെ. ടി റേഷ്യോസ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സൈൻ തീറ്റ, കൊസൈൻ തീറ്റ, ടാൻ തീറ്റ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിൽ. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ്, ഒരു ലെങ്തിന്റെ റേഷ്യോ ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർനോസ്, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർനോസ്. അപ്പോൾ ഒരു ലെങ്തിന്റെ റേഷ്യോ ആണ് ടി റേഷ്യോസ്, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത്. അതിനും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. So T ratios like sin, cos, tan, etc. are dimensionless quantity ആണ്. ഈ ഒരു ചാർട്ട് ഇവിടെ തീരുന്നില്ല. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും ഫിസിക്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം പുതിയ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ഫോമിൽ നമുക്ക് മെഷർ ചെയ്യാം. ഇനി ഡയമെൻഷൻ ലെസ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക്, ഈ ഒരു ചാർട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം.
നെക്സ്റ്റ് നമുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ട്രൈ ടു സോൾവ് ദീസ്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ഹീറ്റ്, ഇമ്പൾസ്, മൊമെന്റം ആൻഡ് സർഫസ് ടെൻഷൻ. 4 ക്വാണ്ടിറ്റിയെ തരുന്നുള്ളൂ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾക്ക് എത്ര എണ്ണത്തിന്റെ വേണമെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ കണ്ടെയ്നിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദോസ് ഹാവ് സെയിം ഡയമെൻഷൻ ഫോർമുല. ഡയമെൻഷൻ ഫോർമുല ഡിസ്കസ് ചെയ്തു. സെയിം ഡയമെൻഷൻ ഫോർമുല വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ഒരു ചെറിയൊരു ലിസ്റ്റ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, റിലേഷൻ വിത്ത് അതർ ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻ ഫോർമുല, യൂണിറ്റ്. അതിൽ ഫസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് വർക്ക്, എനർജി, തേർഡ് വൺ ഹീറ്റ് ഓർ എൻതാൽപ്പി. ഇതിൻ്റെ മൂന്നിൻ്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. ദാറ്റ് ഈസ് ml² T⁻². മൂന്നെണ്ണത്തിനും സെയിം ഡയമെൻഷൻ ഫോർമുല വരുന്ന ടേംസ് ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇതേപോലെ വരുന്ന സെയിം ഡയമെൻഷൻ ഫോർമുല വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇനിയും ഉണ്ട്. അത് നമുക്ക് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്ട്രെസ് വരുന്നുണ്ട്. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ ഫോർമുല ml⁻₁ T⁻² ആണ്. സ്ട്രെസ്സിന് ഈക്വലന്റ് ആയിട്ട് ഡയമെൻഷൻ ഫോർമുല വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. അതേപോലെ ആ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.